ദ സ്പൈസി ടീലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത് ഒരു ബിസ്ക്കറ്റ് വെൽവെറ്റ് കേക്കാണ്. സ്ഥിരമായിട്ട് കഴിക്കുന്ന വാനില കേക്കിന് ചെറിയൊരു മോഡിഫിക്കേഷൻ കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ബിസ്ക്കറ്റ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സ്പോഞ്ച് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇത് 250 ml കപ്പാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ടൊന്ന് സീവ് ചെയ്തെടുക്കാം. ഞാൻ 3 വട്ടം സീവ് ചെയ്യുന്നുണ്ട്. സീവ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. അതിനുശേഷം 3 മുട്ടയാണ് എടുക്കുന്നത്. വലിയ മുട്ടയാണ്, അപ്പം 3 എണ്ണം മതി. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്യുന്ന പാത്രത്തിലും ബ്ലേഡിലൊന്നും വെള്ളം ഇല്ലാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ടയൊന്ന് നന്നായിട്ട് ബീറ്റായി ഫ്ലഫിയായി വരുമ്പോൾ നല്ല ഓഫ് വൈറ്റ് കളറിലേക്ക് മാറും. അപ്പോൾ ഓഫ് വൈറ്റ് കളർ ആവുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അത് ഒരു 4 ബാച്ചായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അടുത്ത ബാച്ച് ഇട്ടു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുകയാണ്. ഓയിലാണ് ആഡ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പാലാണ് ആഡ് ചെയ്യുന്നത്. 1/4 കപ്പും അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ പാലും കൂടി എടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള പാലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ച ഫ്ലോറിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. മെല്ലെ മെല്ലെ ആഡ് ചെയ്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതൊക്കെ പതുക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മളുടെ മുട്ട പതച്ചു പോയത് താഴ്ന്നു പോവും. അപ്പോൾ ഞാൻ പാലും ഒരു 2-3 വട്ടമായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ നമുക്ക് മാറ്റാം. ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറും പ്ലേസ് ചെയ്തിട്ടുള്ള കേക്ക് ടിന്നാണിത്. അതിലേക്ക് നമ്മളുടെ ബാറ്റർ മാറ്റി ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ടാണ്. ഇനി മെല്ലെ ഇങ്ങനെ ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ വരഞ്ഞും കൂടി കൊടുക്കാം. ഈ പാത്രത്തിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ അലൂമിനിയത്തിൻ്റെ പാത്രം തന്നെ എടുത്താൽ ലിഡും അലൂമിനിയം ആയാലും കേക്ക് പെട്ടെന്ന് ആയി കിട്ടും. അതൊരു 5 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഏകദേശം മീഡിയം ആയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇപ്പം ഞാൻ 40 മിനിറ്റ് ബേക്ക് ചെയ്തപ്പോഴാണ് എൻ്റെ കേക്ക് ആയത്. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുവാണ്. അപ്പോൾ ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മളുടെ കേക്ക് റെഡി ആയി കഴിഞ്ഞു എന്നാണ്. അപ്പോൾ നമ്മളുടെ ബട്ടർ പേപ്പറൊക്കെ നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ കേക്ക് ഞാനൊരു 2 മണിക്കൂർ തണുക്കാനായി മാറ്റി വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ലെയറാക്കി മുറിച്ചെടുക്കണം. അപ്പോൾ കേക്ക് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, അത്യാവശ്യം പൊന്തിയിട്ടുണ്ട്.
ആദ്യം നമ്മൾ കത്തി വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നൂല് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച അതേ സ്ഥലത്ത് കൂടെ നമ്മൾ ഈ നൂല് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി കേക്ക് കട്ടർ തന്നെ മേടിക്കാൻ കിട്ടും. അങ്ങനെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഈസി. ഞാൻ പിന്നെ അത് മേടിച്ചിട്ടില്ല. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാണുന്ന വീഡിയോക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളത് ഉണ്ടാക്കി നോക്കുകയൊക്കെയാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സജഷൻസും കമൻറ്റ്സും ഒക്കെ ഇപ്പോൾ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ലെയറും കൂടി മുറിച്ചെടുക്കാം. മൊത്തം 3 ലെയേഴ്സ് ഉണ്ടാവും. എൻ്റെ കേക്കിൻ്റെ ടിന്ന് 8 ഇഞ്ചിൻ്റെ ടിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 കഷ്ണമായിട്ട് ഇത് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, എയർ ബബിൾസ് ഒന്നും അധികമല്ല, പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ കേക്ക് വെറ്റിയാനുള്ള സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് തണുപ്പിക്കാനായിട്ട് വെക്കാം. ഈ വിപ്പിംഗ് ക്രീം 1.5 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വീട്ടിലാവശ്യത്തിനൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഏകദേശം 1 കപ്പ് എടുത്താലും മതിയാവും. ഇപ്പോൾ എനിക്ക് ഓർഡർ കിട്ടുന്ന കേക്കുകളൊക്കെ എപ്പോഴും ആൾക്കാർ ക്രീം കുറച്ച് മതി എന്ന് പറയുന്നത് കാരണം ഞാൻ കുറവാണ് ആഡ് ചെയ്യാറ്. നമ്മൾ ക്രീം ഒന്ന് നന്നായി ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്രീം ബീറ്റ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നമ്മളുടെ പാത്രത്തിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ്. കുറച്ച് ക്രീം ബോർഡിലാക്കിയിട്ടുണ്ട്. അതിന് മേലിലേക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മൊത്തം ക്രീം ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് അപ്ലൈ ചെയ്യാണ് ചെയ്തത്. അതാണ് കുറച്ചുകൂടെ ഈസിയാണ്. പിന്നെ നല്ല ലെവലായിട്ട് കിട്ടുകയും ചെയ്യും ക്രീം. ഇനി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനായിട്ട് നൈഫ് കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, കണ്ടൻസ്ഡ് മിൽക്ക്. ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലെയർ പ്ലേസ് ചെയ്യാം. ഇനി അതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക രീതിയിൽ നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ഫുള്ള് കേക്ക് നമുക്കൊന്ന് ക്രീം വെച്ച് കവർ ചെയ്യാം. ഈ ലെയർ മൊത്തമായിട്ടൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ലെവൽ ചെയ്യാനായിട്ട് പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 15 ബിസ്ക്കറ്റാണ് മൊത്തം എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇടയിലൊന്നും ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഫൈനൽ ലെയർ ഓഫ് കേക്കും കൂടി വെച്ചിട്ടുണ്ട്. ഇനി അതുകൂടെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് മൊത്തം കേക്ക് ഒന്ന് ക്രീം വെച്ചിട്ട് തന്നെ കവർ ചെയ്തെടുക്കാം. ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പം നമ്മൾ നല്ല ലെവലായിട്ട് കേക്ക് കിട്ടും, നല്ല ഫിനിഷിങ്ങും ഉണ്ടാവും. ഇനി ഒന്ന് കേക്ക് ലെവൽ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത സ്ഥലത്തൊക്കെ സ്റ്റീൽ സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഫുള്ള് കവർ ആയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം അവിടെ ഒരു ബിസ്ക്കറ്റ് കോട്ടിങ് വരുന്ന കാരണം നമ്മളിതൊന്നും പുറത്തേക്ക് കാണില്ല.
ഇതിപ്പോൾ ഒരു 12 ഗുഡ് ഡേ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തതാണ്, മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി അത് നമുക്ക് ഒന്ന് സീവ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ പൊടി ഒന്ന് ആഡ് ചെയ്യാം. ഇപ്പോൾ മുകളിലത്തെ ഭാഗം മൊത്തം കവറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ്സും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ കേക്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി ഒരു 3 ബിസ്ക്കറ്റ് വെച്ച് വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. നമ്മളുടെ കേക്ക് ഒരു ദിവസം മുഴുവനും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ഓവർനൈറ്റ് ഫുള്ള് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോഴാണ് നമ്മളുടെ ഈ ഷുഗർ സിറപ്പൊക്കെ കേക്കിലേക്ക് ഇറങ്ങി ചെന്ന് കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.